ഹലോ, കൃഷ്ണാസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കുറേ ദിവസമായി കേട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുമായിരുന്നു. ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ദിവസങ്ങളായി കേട്ടോ. അപ്പോൾ ഇന്നൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെയും പോലെ അതുപോലെ തന്നെ നമ്മൾ കുടിക്കാനുള്ള വെള്ളവും പിന്നെ ചോറിനുള്ള വെള്ളവും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടാന്ന് പറഞ്ഞാലും തിളപ്പിച്ച വെള്ളം കുടിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ രാവിലെ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കുടിച്ചിട്ടാണ് കേട്ടോ തുടങ്ങിയിട്ടുള്ളത്. അപ്പം ഇന്നലെ മഴ പെയ്തിരുന്നു. അപ്പം നന്നായിട്ട് അവിടെയൊക്കെ അഴുക്കായി കിടക്കണം കേട്ടോ, കുറേ പൊടിയും ചെളിയൊക്കെ ആയിട്ട്. അല്ലാതെ ചപ്പ് ചവറുകളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് തൂക്കാന്ന് വെച്ചിട്ട് അരിയൊക്കെ ഇട്ടിട്ട് ഞാൻ വെളിയിലേക്ക് ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കണം. അപ്പോൾ രാവിലെ തന്നെ നല്ല വെയിലായിട്ടുണ്ട്. വെയിലെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ് കേട്ടോ. അപ്പം തന്നെ വേർത്ത് കുളിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും തൂത്തിട്ട് കയറാമെന്ന് വിചാരിച്ചു. രാവിലെ തൊട്ട് നല്ല വെയിലും ചൂടുമാണ്. പക്ഷേ വൈകുന്നേരം ആകുമ്പോഴത്തേനും നല്ല മഴയാണ് കേട്ടോ. പക്ഷെ മഴ പെയ്തെന്ന് പറഞ്ഞാലും ചൂടിനൊട്ടും കുറവൊന്നുമില്ല, മഴ പെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം കുറേ ചെടിയൊക്കെ നമ്മുടെ വെള്ളം ഇല്ലാഞ്ഞ സമയത്ത് അതെല്ലാം ബോൾസായിരുന്നു കേട്ടോ, അതെല്ലാം കരിഞ്ഞ് ഉണങ്ങി കിടക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് പറിച്ച് കളഞ്ഞിട്ട് അവിടെ എല്ലാം ഒന്ന് തൂക്കുവാണ്. ഇപ്പം നന്നായിട്ട് വെള്ളമായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാടത്തെ വെള്ളം കയറ്റി കൃഷിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പം നമ്മുടെ കിണറ്റ് നിറച്ച് വെള്ളമായിട്ടുണ്ട്. ഇനി ചെടിയൊക്കെ ഒന്ന് നേരെയാക്കി എടുക്കണം. പിന്നെ ഇപ്പം മഴ പെയ്യാൻ തുടങ്ങിയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതൊക്കെ എല്ലാം വരുന്നുണ്ട് കേട്ടോ. മുറ്റമൊക്കെ അടിച്ചിട്ട് വന്നിട്ട് നമ്മുടെ അടുക്കളയുടെ സൈഡിലത്തെ സ്റ്റെപ്പിൽ നല്ല പൊടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴയൊക്കെ പെയ്ത് മണ്ണൊക്കെ തെറിച്ചിട്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് തൂത്തിട്ടിട്ട് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ അകത്തേക്ക്. എന്നിട്ട് വേണം രാവിലത്തെ കാപ്പിക്കുള്ള പരിപാടികളൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ തന്നെ വേർത്ത് കുളിച്ചൊഴിയാനോ ഞാൻ പിന്നെ പോയി വേഗം മേലൊക്കെ കഴുകിയിട്ട് വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് കേട്ടോ. അങ്ങനെ തൂത്തുവാരി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ് ഞാൻ ഒന്നുകൂടെ ഒന്ന് തിള കയറാനായിട്ട് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് റൈസ് കുക്കറിലേക്ക് മാറ്റണം. പിന്നെ നമ്മുടെ ചീരയൊക്കെ ഇങ്ങനെ തിളർത്ത് വന്ന് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ചീരയിൽ ഒഴിച്ചിട്ട് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറും തിളച്ചിട്ടുണ്ട്. ഇനി റൈസ് കുക്കറിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ബാക്കി കാപ്പിയുടെ പരിപാടികളും നമ്മുടെ കറിവേയൊക്കെ കഴിയുമ്പോഴത്തേന് ചോറ് അതിൽ നിന്ന് സെറ്റായിക്കോളും. പിന്നെ ഒന്നുകൂടെ ഒന്ന് എടുത്ത് തിളപ്പിച്ച് വെച്ചാൽ മതിയല്ലോ. ഇപ്പോൾ രാവിലത്തെ കാപ്പിക്ക് നമ്മൾ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് പഴം വാങ്ങിച്ചുകൊണ്ട് വരാൻ. എനിക്ക് പഴം കൂട്ടി കഴിക്കുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ, കറി കൂട്ടി കഴിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ ഇന്ന് നമ്മൾ കറിക്കുള്ളതൊന്നും റെഡിയാക്കി വെച്ചിട്ടില്ലായിരുന്നു. അപ്പം പഴം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനേക്കുള്ള തേങ്ങയൊക്കെ ഞാൻ ചിരണ്ടി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ വയ്ക്കാനുള്ള തേങ്ങയും കൂടി ഈ കൂടെ തന്നെ ചിരണ്ടി എടുക്കുവാണ്. ചേട്ടൻ വരാറാകുമ്പോഴത്തേന് പുട്ടൊക്കെ റെഡിയാക്കിയാൽ മതി കേട്ടോ. കാരണം ഒറ്റ കുറ്റി പുട്ട് മതി, അത് നമ്മൾ രണ്ടുപേരും കൂടിയാണ് കഴിക്കുന്നത്. അപ്പം അന്നേരത്തേന് അതൊക്കെ റെഡിയാക്കിയാൽ മതി. അന്നേരത്തേന് ഞാൻ ഓർത്തു തേങ്ങ ചിരണ്ടി വെച്ചിട്ട് നമ്മുടെ ചീരയിലും കൂടി അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചീരയിലൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ട് ചീരയിലും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ചീരയിലേക്ക് ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് അതും കൂടെ ഒന്ന് ആവി കയറ്റാൻ വേണ്ടി മൂടി വെച്ചിട്ടോ, കടുകൊക്കെ പൊട്ടിച്ചിട്ട്. അപ്പം നമ്മുടെ പുട്ടും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ പഴമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ കാപ്പി കുടിക്കാനായിട്ടൊക്കെ ഇരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പുട്ടൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചീരത്തോരനോട് ഞാൻ വേഗം വെച്ചു കേട്ടോ. അപ്പം അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തേങ്ങയും കൂടെ ചേർത്താൽ മതിയായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ചേർത്തു. പാത്രമൊക്കെ കഴുകി അത് നമ്മളൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി കേട്ടോ. അന്നേരം എന്നിട്ട് അതൊക്കെ കഴുകി വെച്ചിട്ട് പരിപ്പും മത്തങ്ങയും കൂടെ ചാറ് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതും റെഡിയാക്കി കേട്ടോ. അത് വെന്ത് വന്നപ്പോഴത്തേന് നമ്മൾ അരപ്പൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അരപ്പൊക്കെ ചൂടായി വന്നപ്പോഴത്തേന് ഇനി കടുവും കൂടെ താളിച്ചൊഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതിനും കൂടെ കടുവും കൂടെ താളിച്ചൊഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പാൻ എടുത്ത് എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ വന്നപ്പോൾ കക്കറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിലോട്ട് തന്നെ ഒരത്താൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആ പാൻ എടുത്തിട്ട് കടുവ് പൊട്ടിക്കുന്നത്. കക്കറിച്ച് വെക്കുന്നത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഇനി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കടുവൊക്കെ പൊട്ടിച്ച് നമ്മൾ ചാറുകറിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കക്കറച്ചിയുടെ പരിപാടികളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ കക്കറച്ചി നന്നായിട്ട് കഴുകിയെടുക്കണം. കാരണം അതിൽ ഒരുപാട് അഴുക്കൊക്കെ കാണും. അതൊക്കെ നോക്കിയെടുത്തിട്ട് പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് വേണം കേട്ടോ കറി വെക്കാനായിട്ട്. അപ്പോൾ അതിനുള്ള പരിപാടിയിലേക്ക് നീങ്ങുവാണ്.
അപ്പോൾ നമ്മുടെ കക്ക ഫ്രൈയുടെ പരിപാടികളും കഴിഞ്ഞ കേട്ടോ. തീ കുറച്ചിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതവിടെ കിടന്ന് റെഡി ആയിക്കോളും. അപ്പോൾ അതൊക്കെ റെഡിയായി പാകത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോറും കൂടെ തിളപ്പിക്കാനുള്ളൂ കേട്ടോ. അന്നത്തിന് ഞാൻ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഗ്യാസിലൊക്കെ വീണ അഴുക്കൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് തുടച്ച് പാദമൊക്കെ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോറൂടെ ഒന്നുകൂടെ തിളപ്പിച്ച് വാർത്തിടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ വാർത്തിട്ടു. പിന്നെ അകമെല്ലാം ഒന്ന് തൂത്ത് കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തുണി അലക്കാൻ വേണ്ടി വെളിയിലേക്ക് ഇറങ്ങിയാണ് കേട്ടോ. അപ്പോഴത്തേനും ഞാൻ ഓർത്തു നിങ്ങളെ കൂടെ നമ്മുടെ കണ്ടത്തിൽ നിറച്ച് വെള്ളമായത് കാണിച്ചു തരാമെന്ന്. അപ്പോൾ വെള്ളം ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. എന്തായാലും നമ്മുടെ കിണറ്റിൽ നിറച്ച് വെള്ളമായി, നിറച്ചെന്ന് പറഞ്ഞാൽ നിറയെ വെള്ളമായി കേട്ടോ. അപ്പോൾ കിണറിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയതാണ്. അടുത്ത ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിറച്ചും വെള്ളമായി. അപ്പോൾ വെള്ളത്തിന് ക്ഷാമമൊക്കെ തീർന്നു. അപ്പം ഞാൻ തുണി അലക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്